ജോലിയൊക്കെ ചെയ്യണം. നാളെ ഇല്ലാതെ രാവിലെ എന്തോ ശ്രീതു എന്തോ പറഞ്ഞായിരുന്നല്ലോ. ശ്രീതു പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ശ്രീതു പറഞ്ഞു ഒന്നുകൂടെ എനിക്ക് കേൾക്കണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെന്നു നാണമില്ലാതെ ഒളിഞ്ഞു നോക്കിയ പാർട്ടി ഞാനൊന്ന് കാണിക്കട്ടെ. ഇപ്പൊ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാധനം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് പുറത്തു വിടുന്ന തന്തയില്ലാത്ത പരിപാടി എന്നാണ് ഇതിനെ സജീന വ്ലോഗ്സ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി ചെയ്ത ഒരാളെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ മറ്റൊരാളുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി കാണുന്ന ഒളിഞ്ഞു നോക്കുന്ന വൃത്തികെട്ട പരിപാടി കണ്ടോ. ഇനി വീടിന്റെ സാധനങ്ങൾ പുറത്തിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് തന്നെ ഇരിക്കട്ടെ. അവിടെ പ്രൈവറ്റ് ആയിട്ടല്ലേ പോയി ചെയ്യുന്നത്. അവിടെ പോയി ചെല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 50 പേര് സബ്സ്ക്രിപ്ഷനിലുള്ളിൽ ഒരാൾ എനിക്ക് അപ്പോൾ അറിയണം എന്ത് വീഡിയോസ് ആണ്, എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഇതിനകത്ത് വരിക എന്നുള്ളത് എനിക്ക് അറിയണമായിരുന്നു. ഞാനന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ അതും ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് എന്റെ 1-2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുന്നതാണ് കേട്ടോ, പുറത്തല്ല. ഞാൻ പുറത്ത് ഇതല്ലേ മറ്റേ പ്രൈവസിയിൽ ഒളിഞ്ഞു നോക്കി തന്തയില്ലാത്ത പരിപാടി എന്നൊക്കെ പറഞ്ഞേ. സജിനെ സുഹൃത്ത് നിങ്ങൾ പറഞ്ഞ തന്തയില്ലാത്ത പരിപാടി ചെയ്തിട്ടുണ്ട്. സുഹൃത്തിനെ ഒന്ന് പറഞ്ഞ് തിരുത്തിയെ കൊള്ളായിരുന്നു. പിന്നെ ശ്രീതു എന്താ പറഞ്ഞ് ഒളിഞ്ഞു നോക്കുന്ന പ്രൈവസിയിൽ ഒളിഞ്ഞു നോക്കുന്നേ. നിങ്ങൾ അതേ പ്രൈവസിയിൽ ഒളിഞ്ഞു നോക്കി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തതാണ് ഇമ്മാതിരി താളം വന്നിട്ട് എനിക്കെതിരെ വിടുന്നത്. ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത്. നിങ്ങൾ കക്കുന്നു എന്ന് പറഞ്ഞിട്ട് കട്ടോ. അതായത് ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒന്നിച്ച് പാടില്ല കേട്ടോ. ബാക്കിയേക്കാം.